ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെഡി ടോക്സ്. ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം അവരുടെ ധാർഷ്ട്യം നിർബാധം തുടരുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം റഫ നഗരത്തിലെ ഒരു അഭയാർത്ഥി കേന്ദ്രത്തിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതിൻ്റെ ഭീകരത നമ്മളെല്ലാവരും കണ്ടതാണ്. ഇത് ആധുനിക കാലത്തെ യുദ്ധമാണ്. ഇവിടെ നിയമങ്ങളൊന്നും ആർക്കും ബാധകമല്ല എന്നാണ് അവർ പറയുന്നത്. അന്താരാഷ്ട്ര കോടതിയുടെ മുന്നറിയിപ്പ് പോലും ഈ കാട്ടാളന്മാർ കാറ്റിൽ പറത്തിയിരിക്കുന്നു. പാലസ്തീനോ, യുദ്ധമോ, അതിന് നമ്മളിവിടെ കേരളത്തിലുള്ളവർ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്ന ധാരാളം പേരെ നാട്ടിൽ കാണാനാവും. എന്നാൽ അങ്ങനെയല്ല, നമുക്കും ചിലത് ചെയ്യാനാവും എന്ന് ഒരു പെൺകുട്ടി ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. കനി കുസൃതി എന്ന ഒരു ചലച്ചിത്ര നടി, അധികമാരാലും അറിയപ്പെടാത്ത ഒരു കലാകാരി. അവൾ പക്ഷേ കയ്യിലൊരു ചെറിയ വാനിറ്റി ബാഗുമായി നടന്നു കയറിയത് ലോകത്തിൻ്റെ കൂടി ഹൃദയ പക്ഷത്തേക്കായിരുന്നു എന്ന് പറയാതെ വയ്യ. കുറഞ്ഞപക്ഷം ഇന്ത്യയിലെങ്കിലും ആരെങ്കിലുമൊക്കെ അത് ശ്രദ്ധിച്ചു എന്നതിൻ്റെ തെളിവാണ് ആ പെൺകുട്ടിക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പണ്ടേ പറഞ്ഞതാണ്, അന്നും ഇന്നും എന്നും പാലസ്തീനിലെ ദുരിതമനുഭവിക്കുന്ന ജനതയോടൊപ്പം എന്ന്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നു. മുസ്ലിങ്ങൾ കുറേ എണ്ണം ചത്താലെന്താ, ഭാരതത്തിൽ മോഡിജി തന്നെ അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിനിത് ഒരു വെറും രാഷ്ട്രീയ വിഷയം മാത്രമായിരിക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. മുസ്ലിമുകളെ 4 ചീത്ത പറഞ്ഞാൽ ഹിന്ദു വിശ്വാസികളുടെ വോട്ടുകൾ സമാഹരിക്കാം എന്ന നിഗൂഢതന്ത്രം ഈ രാഷ്ട്രീയക്കാർ പയറ്റി തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പക്ഷെ ഹൃദയമുള്ളവർക്ക് ആ കുഞ്ഞുങ്ങളുടെ, അവരുടെ അമ്മമാരുടെ ഹൃദയവേദന കാണാതിരിക്കാനാവില്ല. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാൻ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായപ്പോഴും പുരസ്കാര നേട്ടത്തിലൂടെ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന അവസരത്തിലും മനുഷ്യത്വം കൈവിട്ടില്ല എന്നതാണ് കനി കുസൃതി എന്ന കലാകാരിയെ വ്യത്യസ്തയാക്കുന്നത്. ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ എന്തിനെന്ന് പോലും അറിയാതെ മരിച്ചു വീഴുന്ന, കുഴിച്ചു മൂടപ്പെടുന്ന ആ കുഞ്ഞുങ്ങൾക്ക് തൻ്റെ പിന്തുണ അറിയിക്കുക വഴി കനി കുസൃതി ചെയ്ത കാര്യം അത്ര ചെറുതൊന്നുമല്ല. എവിടെയും എന്തിലും രാഷ്ട്രീയം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് തൻ്റെ നിലപാട് തൻ്റെ ഇടത്തോടെ വിളിച്ചു പറഞ്ഞ കനി കുസൃതിക്കിരിക്കട്ടെ ഈ ആഴ്ചത്തെ ബിഗ് സല്യൂട്ട്.